ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ടോപ്പിക്ക് ആംപ്ലിഫയറിനെ കുറിച്ചാണ്. നമുക്ക് എങ്ങനെ ഒരു ആംപ്ലിഫയർ വീട്ടിൽ അസംബിൾ ചെയ്തെടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പറയുന്നത്. ആർക്ക് വേണമെങ്കിലും നമുക്ക് ഇച്ചിരി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആംപ്ലിഫയർ വീട്ടിൽ തന്നെ അസംബിൾ ചെയ്ത് എടുക്കാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസുകൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് മലയാളത്തിൽ എന്ന ക്ലാസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും വളരെ സിമ്പിളായിട്ട് ഇലക്ട്രോണിക്സിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് പഠിക്കാനും, അതുപോലെ നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങൾ ഏത് തന്നെയായാലും അത് എങ്ങനെ ട്രേസ് ചെയ്യണം, കംപ്ലൈൻറ്റ് അതെങ്ങനെ സോൾവ് ചെയ്യണം, അതുകൊണ്ട് തന്നെ കമ്പോണൻസിന്റെ ഐഡന്റിഫിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തൊട്ട് നമ്മൾ സോഫ്റ്റ്വെയർ ചെയ്യുന്ന കാര്യങ്ങൾ വരെ നമ്മുടെ വീഡിയോകളിലേക്ക് തുടർന്ന് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുക, നമ്മളെ പ്രോത്സാഹിപ്പിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. ജീവിതങ്ങളാണ്. ആ ജീവിതത്തില് ഒരുപാട് ദുഃഖങ്ങളും വിശപ്പും അടക്കിയിട്ടുള്ള ഒരാളാണ്. ആ കാലങ്ങളിലൊക്കെ അടപ്പത്ത് കലം വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് കയ്യിലുകൊണ്ട് ഇളക്കുമ്പോൾ ചേച്ചി പാടാറുണ്ടായിരുന്നു. ഇത് നമുക്ക് സർവീസിന് വന്നൊരു ആംപ്ലിഫയർ ആണ്. അതിൻ്റെ കുറേ കമ്പോണൻസുകളൊക്കെ കത്തിപ്പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ മാറി ഇപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഓഡിയോ ഒന്നുകൂടെ കേൾക്കാം. ഇപ്പോൾ നമ്മുടെ ആംപ്ലിഫയറിന്റെ കവറെല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് പഴയ ടൈപ്പ് ഒരു മോഡൽ ആംപ്ലിഫയർ ആണ്. TDA 2030 എന്ന് പറഞ്ഞ IC ഉപയോഗിച്ച് 4 ചാനലിന്റെ ഒരു ആംപ്ലിഫയർ ആണ്. ഇത് കണ്ടിട്ട് നിങ്ങളാരും ഞെട്ടുമൊന്നും വേണ്ട. ഇത് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. ഇതെങ്ങനെ ചെയ്യാം, ഒരു ആംപ്ലിഫയർ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നതായിരിക്കും. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ആംപ്ലിഫയർ സെറ്റ് ചെയ്യാം. ഇതിനെക്കാട്ടി നല്ല ബോർഡുകളാണ് ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്നത്. അപ്പം നമ്മൾ അതിനനുസരിച്ചുള്ള ബോർഡുകൾ നമ്മൾ മേടിച്ച് നമുക്ക് തന്നെ അസംബിൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം മെയിനായിട്ട് വേണ്ടത് ട്രാൻസ്ഫോമറാണ്. ഈ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് കണക്കായിരിക്കും നമുക്ക് സ്പീക്കറിലോട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ആദ്യം നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത് നമുക്ക് എത്ര ടൈപ്പ് ആംപ്ലിഫയർ ആണ് വേണ്ടത്. നമുക്ക് 4 ചാനലുള്ള ആംപ്ലിഫയർ ആണോ, 5.1 ആണോ, 2.1 ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം നമ്മൾ ഡിസൈഡ് ചെയ്യണം. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ ആംപ്ലിഫയർ ഡിസൈഡ് ചെയ്യണം. ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം അതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷോപ്പിൽ ചെന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട അതിൻ്റെ ബോഡി, അതുകൊണ്ട് അതിൻ്റെ പാർട്സുകളൊക്കെ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവർ തരും. ഇപ്പം നമുക്ക് ഇതുകൊണ്ടുള്ള കൺഫ്യൂഷനായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ പുതിയ ബോർഡുകളിൽ എല്ലാം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ബോർഡുകളാണ് ഇപ്പം മാർക്കറ്റിൽ ഇറങ്ങുന്നത്. ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് വേണ്ട ഈ ആംപ്ലിഫയറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഉള്ളത് ഒരു ട്രാൻസ്ഫോമറാണ്. ആ ട്രാൻസ്ഫോമർ 30 വോൾട്ടിന്റെ 500, അതുകൊണ്ട് തന്നെ 13 വോൾട്ട് 3 ആംപിയർ, അങ്ങനെ 2 കണക്ഷൻസ് ആണ്, ഔട്ട്പുട്ടാണ് നമ്മുടെ ഈ ട്രാൻസ്ഫോമർ നമുക്ക് തരുന്നത്. നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് നല്ലതായാൽ മാത്രമേ
നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ട്രാൻസ്ഫോമർ കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് റെക്ടിഫയർ ആണ്. റെക്ടിഫയർ അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്ഫോമർ AC-യിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ടും AC ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിനെ DC ആക്കി മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഇതുകൊണ്ടുള്ള റെക്ടിഫയർ മോഡ്യൂളുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്കിപ്പം ഇഷ്ടംപോലെ ടൈപ്പ് മോഡ്യൂളുകൾ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് എത്ര വോൾട്ട് എടുക്കണം അതിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം ഉള്ള മോഡ്യൂളുകളാണ് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് അതിൻ്റെ ആംപ്ലിഫയറിന്റെ ബോർഡാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ആവശ്യം എന്താണെന്ന് അനുസരിച്ച് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് ബോർഡുകൾ മേടിക്കാം. പിന്നെ നമുക്ക് വേണ്ടത് BT ബോർഡാണ്. BT ബോർഡ് എന്ന് വെച്ചാൽ ബാസ് ആൻഡ് ട്രബിളും നമ്മുടെ വോളിയം കൺട്രോളും എല്ലാം കൂടെ വരുന്ന ബോർഡാണ് BT ബോർഡ്. അപ്പോൾ ഇതിനകത്ത് ആകെ 4 ബോർഡുകളേ ഉള്ളൂ, 3 ബോർഡുകളേ ഉള്ളൂ. ട്രാൻസ്ഫോമർ ഉൾപ്പെടെ 4 ഐറ്റംസ് ഇതിനകത്ത് മെയിനായിട്ട് ഉള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടിയ ട്രാൻസ്ഫോമർ, പിന്നെ നമുക്ക് വേണ്ടത് പവർ സപ്ലൈ മോഡ്യൂള്, പിന്നെ നമുക്ക് വേണ്ടത് ആംപ്ലിഫയർ ബോർഡ്, പിന്നെ വേണ്ടത് നമുക്ക് BT ബോർഡ്. ഇതൊക്കെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സെറ്റായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഈസി ആയിട്ട് തന്നെ നമുക്ക് തന്നെ ഇത് അസംബിൾ ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ ഈ ആംപ്ലിഫയറിന്റെ ഫ്രണ്ടിൽ നമുക്ക് USB ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുള്ള ഒരു മോഡ്യൂളുണ്ട്. അത് ഉണ്ടെങ്കിൽ നമുക്ക് ബ്ലൂടൂത്ത് വഴി നമുക്ക് കണക്ടിവിറ്റി എല്ലാം ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മുടെ മോഡ്യൂളിൽ നമ്മുടെ ഈ ഔട്ട്പുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ബോർഡിനും എത്ര വോൾട്ട് വേണം എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ BT ബോർഡിന് എത്ര വോൾട്ട് കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. മിക്കവാറും BT ബോർഡിന് 12 വോൾട്ട് ആയിരിക്കും നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ USB ബ്ലൂടൂത്ത് ഈ മോഡ്യൂളിൽ നമ്മൾ കൊടുക്കുന്നത് 5 വോൾട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പുതിയ മോഡൽ ബോർഡുകളിലെല്ലാം അതിൻ്റെ എല്ലാ ഓപ്ഷൻസും നമുക്ക് കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ 5 വോൾട്ടിന് എടുത്ത് നമ്മൾ കൊടുക്കുന്നത്. ഇതിനകത്ത് ബോബിനെ നമ്മൾ 5 ആക്കി മാറ്റണം. അതിന് നമ്മൾ 7805 എന്ന് പറഞ്ഞ IC ഉപയോഗിച്ച് നമുക്ക് അതിനെ വോൾട്ടിനെ നമുക്ക് കുറച്ച് 5 വോൾട്ടിലാക്കാം. അങ്ങനെ നമുക്ക് ഈ മോഡലിൽ നമുക്ക് 5 വോൾട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഐറ്റംസ് നമ്മൾ മേടിക്കാവുന്നതാണ്. ട്രാൻസ്ഫോമർ, പവർ സപ്ലൈ, ആംപ്ലിഫയർ ബോർഡ്, അതുകൊണ്ട് BT ബോർഡ്, അതുകൊണ്ട് മോഡ്യൂൾ, USB ബ്ലൂടൂത്ത് മോഡ്യൂൾ, ഇതൊക്കെ നമ്മൾ മേടിക്കാനുള്ള ആദ്യം ചെയ്യേണ്ടത്. ഇത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ കവർ, നമുക്ക് ഇഷ്ടപ്പെട്ട കവർ അനുസരിച്ച് നമ്മൾ മേടിക്കാന്നുള്ളതാണ്. നമ്മൾ അസംബിൾ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് സ്പീക്കറിന്റെ ഇങ്ങനെയുള്ള കണക്ഷൻസ് എല്ലാം നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുകയാണ് ആദ്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ബോർഡും വെക്കേണ്ട ലൊക്കാലിറ്റി നമ്മൾ മാർക്ക് ചെയ്തിട്ട് അത് സ്ക്രൂ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ അസംബിളിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ആംപ്ലിഫയർ നമുക്ക് അസംബിൾ ചെയ്ത് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ആദ്യം കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഒക്കെ തോന്നും, പക്ഷെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇത് പഴയ ടൈപ്പ് ബോർഡുകൾ ആയതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ ഇപ്പോഴത്തെ ബോർഡുകൾ നമുക്ക് ഈസി ആയിട്ട് അസംബിൾ ചെയ്യാം. നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാവുന്ന ഒരു ഈസി ആയിട്ടുള്ള ബോർഡുകളാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങുന്നത്. അപ്പോൾ ആരും കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആംപ്ലിഫയറിലോട്ട് AC വരും. അതിനെ AC വോൾട്ടിനെ നമ്മൾ കംപ്രസ് ചെയ്ത് നമുക്ക് വേണ്ട വോൾട്ടേജ് ഇതിന്റെ ഔട്ട്പുട്ടായിട്ട് AC തന്നെയാണ് വരുന്നത്. അതിനെ DC ആക്കാൻ വേണ്ടി നമ്മൾ ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ മോഡ്യൂൾ നമ്മൾ യൂസ് ചെയ്യുന്നു. അതിൽ നിന്ന് നമുക്ക് ബോർഡുകൾക്ക് വേണ്ടിയ ഔട്ട്പുട്ട് എത്ര വോൾട്ടാണെന്നുള്ളത് നമ്മൾ എടുത്ത് നമ്മൾ ഓരോ ബോർഡിനും കൊടുക്കുന്നു.
ഇത്രയുമാണ് ഇതിൻ്റെ അസംബിൾ രീതി. പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഓരോരുത്തർ നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കാറുണ്ട്, സ്പീക്കർ പ്രൊട്ടക്ഷന്, അത് അങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പം നമ്മൾ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിലുകളൊക്കെ നമ്മൾ തുടർന്ന വീഡിയോയിൽ പറയുന്നതായിരിക്കും. നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, നമ്മുടെ ക്ലാസ്സുകൾ ഫുള്ളായിട്ട് കാണുക, നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസുകൾ മനസ്സിലാവുന്നതായിരിക്കും. നമ്മുടെ ഓരോ കാര്യത്തിനെ കുറിച്ചും ഡീറ്റെയിൽസ് ആയിട്ട് ഇനി നമ്മുടെ ക്ലാസ്സുകളിൽ പറയുന്നതായിരിക്കും. ട്രാൻസ്ഫോമറിനെ കുറിച്ച്, ആംപ്ലിഫയർ മോഡലിനെ കുറിച്ച്, ആംപ്ലിഫയർ ബോർഡിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ BT ബോർഡിൻ്റെ ഡീറ്റെയിൽസ്, ഇതെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമ്മുടെ ലെങ്ത് കൂട്ടുന്നില്ല വീഡിയോയുടെ. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ ബൈ.